ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയത് ചിത്രമായി വേണം. ഒരുപാട് പേര് ഞാൻ വേദനകൾ പല പേരിൽ പങ്കെടുക്കുന്നു. അതിനപ്പുറം രാമന് നമ്മുടെ എന്ത് കാര്യത്തിൽ എന്ത് പ്രവർത്തനത്തിന് കഴിഞ്ഞ ഉദ്ഘാടനം രാമനാണ്. അതേപോലെ വേദിയിൽ ഉള്ളപ്പോൾ തന്നെ വളരെ സന്തോഷം ഉള്ള നിമിഷം. അതുകൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ചുറ്റുപാടുകളെ ആദരവോടെ വേദിയിലേക്ക് സംബന്ധിച്ചിരുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വേണ്ടതിനെ ആദരവോടെ വേദിയിലേക്ക് സംബന്ധിച്ചിരുന്നുണ്ടോ. അതുപോലെ തന്നെ ചുമതലി ഒരുപാട് പദ്ധതികൾ വരുന്ന രാമനെ ആദരവോടെ വേദിയിലേക്ക് സംബന്ധിച്ചിരുന്നു. കലാഭവൻമണി സേവന സമിതിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ അജിത് പണിമുക്ക്, സ്വാഗതം പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ രാജേഷ് തിരുമേനി അവർ റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ കലാഭവൻമണി സേവന സമിതിയുടെ സംസ്ഥാന വനിതാ യൂണിറ്റിന്റെ സെക്രട്ടറിയായ ശ്രീമതി സുമ, മണി പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട ശ്രീ സതീഷ് ബാബു, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ കുന്നുമ്പ, പ്രിയപ്പെട്ട നമ്മുടെ MP അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് ഭട്ടൻ, പ്രിയങ്കരിയായ ആറ്റിങ്ങലിലെ MLA ശ്രീ OS അംബിക, പ്രിയപ്പെട്ട ശ്രീമതി S കുമാരി, മകനീയ സാന്നിധ്യം കൊണ്ട് നിരവധിയായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ഇവിടെ ഇന്നെത്തുന്നുണ്ട്. പ്രിയങ്കരായ വിശിഷ്ട വ്യക്തികൾ വളരെ നേരത്തെ രൂപം കൊടുത്ത ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. എനിക്ക് തോന്നുന്ന കലാഭവൻ മണി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സൂചിപ്പിച്ചതായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കണ്ട വീഡിയോയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെ ഒട്ടേറെ ചലച്ചിത്ര മേഖലകളിൽ അഭിനയിച്ച ഒരു ചലച്ചിത്ര നടൻ നമ്മെ വിട്ടുപിരിഞ്ഞത് നമുക്ക് നൽകുന്നത്. കലാഭവൻ മണി സേവന സമിതിയുടെ നിറവ് 2025 എന്ന പരിപാടിക്ക് തിരിതെളിയുകയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി അവരുകളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് എന്നീ മാധ്യമ സ്ഥാപനങ്ങളിൽ ശ്രദ്ധേയമായ വാർത്തകൾ ചെയ്ത് അഭിമുഖ പരിപാടികൾക്ക് 3 തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരവും മികച്ച വാർത്താ അവതാരകനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയിരുന്നു. നിലവിൽ SCB ചാനലിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ജോലി ചെയ്തു. കഴിഞ്ഞ അമൃത TVയുടെ പുറത്ത് പൊളിറ്റിക്കൽ സംവാദങ്ങളിലും ആനുകാലിക സംവാദങ്ങളിലും ഏറെ ജനശ്രദ്ധ നേടിയ അവതാരകർ. ഏതൊരു വിഷയത്തെക്കുറിച്ച് മികവാർന്ന നിലപാടുകൾ വ്യക്തമാക്കി വാർത്താവാദികളായിരുന്നു ഇടയിൽ. നിലവിൽ മാതൃഭൂമി ന്യൂസിന്റെ ചീഫ് സബ് എഡിറ്റർ. നിരവധി മാധ്യമ പുരസ്കാരങ്ങളും SBI നാരീശക്തി പുരസ്കാരവും ഫൗണ്ടേഷൻ മീഡിയ അവാർഡ്, WA മീഡിയ എക്സലൻസി അവാർഡ്, ഒട്ടനവധി പുരസ്കാരങ്ങൾക്കും അർഹയായി.
മാതൃഭൂമി ന്യൂസ് സബ് എഡിറ്റർ രാഹുൽ ജി നാടിന് പുരസ്കാരം സ്വീകരിക്കുന്നതിലേക്കായി 2025 അവാർഡ് നേടുന്ന വേദിയിലേക്ക് സ്നേഹ സ്വാഗതം. മാധ്യമ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കലാഭൂമി സേവന സമിതി പുരസ്കാരം 2025 ടെലിവിഷൻ രംഗത്തെ ന്യൂസ് ക്യാമറ പുരസ്കാരം സ്വീകരിക്കുന്നതിലേക്കായി കലാഭവൻ മണി സേവന സമിതിയുടെ 2025 തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ രഞ്ജിത്ത് ആർ.എസ്. 2013 ദൂരദർശനിൽ ക്യാമറാമാനായി. ഇതിൽ രണ്ടുപേരുണ്ട്. ഒന്ന് എവിൻ ജി ജോർജിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. കെവിൻ ജി ജോർജ് ആൻഡ് എവിൻ ജി ജോർജ് കീഴടക്കിയ തുല്യ സഹോദരങ്ങളായ കുഞ്ഞു പ്രതിഭകൾ എവിനും കെവിനും കഴിഞ്ഞ 4 വർഷക്കാലമായി ടെലിവിഷൻ ഹാസ്യ പ്രോഗ്രാമുകളിൽ നിറസാന്നിധ്യമാണ്. സി കേരളം, ഫണ്ണി നൈറ്റ് വിത്ത് സുരാജ്, മടവിൽ മനോരമയുടെ ബമ്പർ ശരി എന്ന പ്രോഗ്രാമിലൂടെ കൂടുതൽ ജനശ്രദ്ധ നേടി മലയാള ചലച്ചിത്ര രംഗത്തും തുടക്കം കുറിച്ചു. പ്രവർത്തന പരിചയം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ മാധ്യമരംഗത്തേക്ക് കടന്നു. മാതൃഭൂമി ന്യൂസിന്റെയും ഭാഗമായി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി സേവന സമിതി ദൃശ്യമാധ്യമ പുരസ്കാരം നിറവ് 2025 ദൃശ്യമാധ്യമ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് മാധ്യമ മേഖലയിലെ യുവമുഖം. ന്യൂസ് 18 ചാനലിൽ സീനിയർ ആങ്കർ. വാർത്താ അവതരണത്തിലെ വ്യത്യസ്തത കൊണ്ടും അവതരണ മികവ് കൊണ്ടും ശ്രദ്ധേയ സ്ഥാനം. ശ്രീമതി ഷിൻഷു റാണി അവർക്ക് കലാഭവൻ മണി സേവന സമിതി നിറവ് 2025 പുരസ്കാരങ്ങൾ നൽകിയ മന്ത്രിക്ക് ആദരവ്. ശ്രീമതി ഉഷ ടിറ്റിക്കാണ് സിനിമ സീരിയൽ രംഗത്തെ മികവിനാണതിനായി ശ്രീമതി ഉഷ ടിറ്റിയെയും പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. കലാഭവൻ മണി സേവന സമിതി 2025 നിറവ് 2025 പുരസ്കാര വിതരണം.